ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒമാനിൽ അൽ സങ്കർ എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ്. ഈ ബീച്ചിനടുത്ത് തന്നെ പാർക്കുണ്ട്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് നൈറ്റ് ടൈമിലാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഏരിയ കാണാം. അപ്പോൾ അച്ചൂസ് ട്രെയിലർ ടോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ, ഓഫീസ് ഓഫ് ദ ഗവർണറേറ്റ് ഓഫ് നോർത്ത് അൽ ബത്തിന മുനിസിപ്പാലിറ്റി. ബാക്കി അറിയത്തില്ല, കാരണം ഇവിടെ ബാക്കി അറിയില്ല, അറബിക്കിലാണ്, എന്തോ ഇൻസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതലും നേറ്റീവ്സാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അധികം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇവിടെ ഇല്ല. എന്നാലും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ വാഷ്റൂമിലോട്ടൊക്കെ കയറിയപ്പോഴത്തേക്കിനും ആദ്യമായിട്ട് ഒമാനി വന്നിട്ട് അധികം വെൽ മെയിൻറ്റൈൻഡ് അല്ലാത്തൊരു വാഷ്റൂമായാലും കാണുന്നത് തന്നെയാണ്. എന്തായാലും അറിയത്തില്ല, അധികം ആൾക്കാരൊന്നും ഞാനിവിടെ കാണുന്നില്ല, ആൾക്കാർ കുറവാണ്. ഇവിടുത്തെ ചെടികളെല്ലാം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ആ ബുഷൊക്കെ കണ്ടോ, നല്ല അതൊരു എക്സാക്ട് ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്, ഒരു ഓവൽ ഷേപ്പിൽ എല്ലാം വിട്ട് എപ്പോഴും ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവിടെ എല്ലായിടത്തും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് ഒരു നീമാണ് കേട്ടോ. പക്ഷെ ഇവിടെ കൂടുതലും നീമുകൾ നല്ലോണം വളരുന്നതാണ് നമ്മുടെ നാട്ടിലേക്കാളും. പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റ് ബീച്ചിന് തൊട്ടിപ്പുറത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നല്ല ഒരു ക്ലൈമറ്റാണ്, നല്ല കാറ്റും നല്ല കാം ആൻഡ് ക്വയറ്റാണ്. കാരണം ഈ സ്ഥലം ഒന്ന് ടൗണിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്ന ഒരു ബീച്ചാണ്. ഇതൊക്കെ അത്യാവശ്യം ചെറിയ പാർക്കാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ് ഈ സോഹാർ പബ്ലിക് പാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ 1/3 പോലും ഇല്ലെന്ന് തോന്നുന്നു ഈ പാർക്ക്. അധികം ഇന്ത്യൻസിനെയും കാണാനില്ല, കൂടുതലും ഇവിടുത്തെ നേറ്റീവ്സാണ് ഞങ്ങൾ കാണുന്നത്. ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ പറഞ്ഞോ, വാസുവത്ര വെൽ മെയിൻറ്റെയിൻ അല്ലെങ്കിലും ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വേസ്റ്റ് ബിന്നുണ്ട്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വേറെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും വേസ്റ്റ് ബിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റ് ഇവിടെ അങ്ങനെ ആരും ഇടാറുമില്ല. എല്ലാവരും അവരുടെ രാജ്യത്തിന് നല്ലോണം ക്ലീനായിട്ട് വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് ബീച്ചാണ് കേട്ടോ, പക്ഷേ ഞങ്ങൾ വന്ന ടൈം ശരിയല്ല, ഇതൊരു നൈറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ കടൽ അത്രയും നല്ലോണം കാണത്തില്ല. നമുക്ക് നല്ല ഡാർക്ക് ബ്ലൂ വെള്ളം കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്രയും ഇത് കിട്ടത്തില്ല. പക്ഷേ മണലൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബീച്ചൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും വേസ്റ്റ് കാണാം, പക്ഷെ ഇവിടെ ഞാൻ ഒരെണ്ണം പോലും കണ്ടില്ല. നല്ല ക്ലീൻ എല്ലായിടം. അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഒരു കിഡ്സ് പ്ലേ ഏരിയയാണിത്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്വിങ്സ്, സീസോ, സ്ലൈഡ് പോലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരു 10 വയസ്സ് വരെയുള്ള പിള്ളേർക്കുള്ളതാണിത്. പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ അതെല്ലാം തീരെ ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ളതാണ്. അതെല്ലാം എയർ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബലൂണുകളാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ആ ഒരു ചെറിയ ബിൽഡിംഗ് എന്താണെന്നറിയാമോ? അത് ഇവിടുത്തെ ഷവർ റൂമാണ്. നമ്മൾ ഈ കടലിലൊക്കെ പോയി കുളിച്ചിട്ട് വരുമ്പം നമുക്ക് പിന്നെ തലയിലൊക്കെ മൊത്തം മണലായിരിക്കും. അപ്പോൾ ആ മണലൊക്കെ കഴുകിക്കളയാനാണ് ഇവിടെ ഈ ഷവർ റൂം. പലയിടത്തായിട്ട് ഇതുപോലെ ഷവർ റൂമുണ്ട്. അതിൽ ഞാൻ കയറിയിട്ടില്ല. ഇവിടെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ആൾക്കാർ തീ കായുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം ഇപ്പം തണുപ്പ് ക്ലൈമറ്റ് ആണല്ലോ ഇവിടെ. പിന്നെ കാണുന്നത് ഒരു കുറേ പൂക്കളുള്ളൊരു ഏരിയയാണ്. പക്ഷേ ഇവിടെ മങ്ങിയ ലൈറ്റ് ആയതുകൊണ്ട് എല്ലാം പൂക്കളും ഒരേ കളറായിട്ടാണ് തോന്നുന്നത്. കൂടുതലും മാരിഗോൾഡുകളാണ്, യെല്ലോ, പിന്നെ വേറെയും കുറേ ചുമപ്പും വൈറ്റൊക്കെ ആയിട്ടുള്ള പല ചെടികളുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ആ പൂക്കളുടെ കളർ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് യെല്ലോ അല്ല, ഓറഞ്ച് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഒറ്റ ആൾക്കാർ ഈ സൈഡിലോട്ടൊന്നും വരുന്നില്ല. ഇവിടെ എന്തോ ഭയങ്കര ലൈറ്റിങ്സ് ഒക്കെ കാണുന്നുണ്ട്. എന്തുവാണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് ചെന്ന് നോക്കണം. ഇവിടെ ശരിക്കും ഒരാൾക്കാർ പോലും ഇല്ല. അതുകൊണ്ട് വീണ്ടും ഷവർ റൂമുണ്ട്. പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു കാവിന് ബോട്ടൊക്കെ ഇറക്കുന്ന കാണാം. അതിൻ്റെ എഞ്ചിനൊക്കെ ഇറക്കിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. ഇത്
ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇഷ്ടംപോലെ ടയർ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. വേറെ മറ്റേ പിള്ളേരൊക്കെ ഇരുത്തി ഓടിക്കുന്ന സാധനം ഉണ്ടോ? ടയർ ഇവിടെ ട്രാക്കുകളിൽ ഇവർ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. 3-4-5 ബൈക്ക് പോലൊരു സാധനം വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ പേര് സ്കൈ ബൈക്ക് എന്നാണ്. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെ ഒരു വ്യൂ ആണ്. എന്നുള്ള ആ ഒരു ടൗൺ മിന്നിത്തിളങ്ങുന്ന ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടി. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഫോണിൽ കിട്ടുമ്പം ആ ഒരു ഇത് കിട്ടത്തില്ല. ഇവിടെ ഉണ്ട് കുറേ പൂക്കൾ, എല്ലാം മാരിഗോൾഡുകളാണ് കേട്ടോ. പല കളറിലുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് യെല്ലോ ആണ്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഒരു റെഡ് കളറോ ഒരേ ഒരാൾ ഓടുകൊണ്ട് ഔട്ടായിപ്പോയി, പാവം. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഓറഞ്ചും യെല്ലോയും എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുന്നതാണ്. ഉണ്ടോ? ഇതാ ഇച്ചിരി കൂടെ കൂടുതൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കുറേ എണ്ണം ഉണങ്ങിയിരിക്കുന്നതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കണ്ടോ 3 ബുഷുകൾ, അതും നല്ല ഓവൽ ഷേപ്പുകൾ, ഒരുപാട് മരങ്ങൾ. ഇതെല്ലാം നീമാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നീം നല്ലോണം വളരും, ഇഷ്ടം പോലെ നീമുകൾ. ഇവിടുന്ന് അങ്ങറ്റം വരെ ഉണ്ട് നീമുകൾ. എല്ലായിടത്തും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതേപോലെയാണ് എൻ്റെ ചുറ്റും നോക്കാൻ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഏരിയ. എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഇരിക്കാം. മടുത്തു. ഇനി പിടിയില്ല, തടിയാ, റിയല കമ്പി തടി. കുറേ ഗ്ലാസ് ഒക്കെയാണ് കേട്ടോ. പക്ഷേ ഈ തടി കാരണം ഗ്ലാസ് ഇരിക്കാൻ പറ്റത്തില്ല. കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ ക്ഷീണിച്ചു. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് വട്ട് വെച്ചേക്കുന്നു. മീൻസ് നമുക്കൊന്ന് പറയാം റൗണ്ട് അബൌട്ട് ഫോർ വാക്കേഴ്സ് എന്ന് വിളിക്കാം. ജസ്റ്റ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത ഒരു സ്ഥലം. കുറേ പൂക്കളുണ്ട്, ഉള്ള കുട്ടികൾക്ക് കളിക്കാനുണ്ട്. അതേപോലെ തന്നെ സൈഡ് ബീച്ച്, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.